नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में रजिया नामक पाठ के कुछ भाग भी पढ़ा। यहाँ रजिया अपने पति के साथ, पति का नाम है हसन के साथ चूड़ियाँ पहनाने के लिए, बेचने के लिए आया था। यहाँ लेखक बढ़ता रहा, उसी के साथ रजिया भी बढ़ता रहा। वह एक बड़ा सफल चूड़ीहारिन बन गई। अपने हाथों से चूड़ियाँ पहनाती है। खरीदारों को यह बहुत अच्छा लगी थी, इसलिए उसके हाथ से सौदा अधिक होता रहा। ഇപ്പോൾ റജിയുടെ കയ്യിൽ നിന്നായതുകൊണ്ട് ഒരുപാട് ആളുകൾ വള വാങ്ങിക്കാനായിട്ട് വന്നു തുടങ്ങി എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ മക്കളായാലും മരുമക്കളായാലും ഒരുപാട് ആളുകൾ അവളുടെ കയ്യിൽ നിന്ന് വളയിടാനായിട്ട് വന്നിരുന്നു എന്ന് പറയണം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഉസ് സമയ ലേഖക് ബി एक पति बना। लेखक की पत्नी का नाम है रानी। उसके शादी के समय रानी को चूड़ियाँ पहनाने के लिए रजिया उसके घर में आई और उस समय उसकी प्रेम कथा के बारे में सब लोगों को सुनाने लगी। किस तरह यह हसन उसके पीछे पड़ा, किस तरह की झंझटें आई, किस तरह उसकी शादी हुई, आज भी उसके पीछे एक छाया की तरह घूमता है, इसके बारे में रजिया कहती है. അപ്പം എങ്ങനെയാണ് ഹസനുമായിട്ടുള്ള പ്രേമകഥ, അതായത് ഹസൻ എങ്ങനെയാണ് അവളെ വിവാഹം കഴിച്ചത്, എപ്പോഴും പിന്നാലെ കൂടി നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ അവിടെ ലേഖകൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവൻകാരത് दोनों का जीवन का रद, अदायद रजिया का जीवन का रद और मेरा या लेखक का जीवन का रद भी गुरुदरे पद पर बढ़ता गया था. मैं आजकल ज़्यादातर घर से दूर दूर ही रहता. അപ്പോൾ അവിടെ ലേഖകൻ പട്ടണത്തിൽ പോയി പഠിച്ചു. ഒരുപാട് കാലങ്ങളായി, വിവാഹം കഴിഞ്ഞു, രണ്ടുപേരുടെയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലേഖകൻ കൂടുതൽ സമയം ഗർ സേ ദൂർ ഹീരത്ത, വീട്ടിൽ നിന്ന് വളരെ അകലെയായിരുന്നു എന്ന് പറയുന്നത്. അതായത് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുള്ളൂ, അങ്ങനെയുള്ളൊരു ജോലിയായിരുന്നു എന്ന് പറയുന്നത്. കബി ഏകാ ദിനോ കെ ലിയേ ഘർ ഗയ, ശാം കോ ഗയ, സുബഹ് ബാഗ. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്നത് ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഏകാ ദിനോ കെ ലിയേ ഘർ ഗയ, വീട്ടിലേക്ക് പോവുക. ചിലപ്പോൾ ശാംകോ ഗയ, വൈകിട്ടാകും വീട്ടിൽ പോവുക, തിരിച്ച് സുബഹ് ബാഗ, രാവിലെ തന്നെ ജോലിക്കായിട്ട് അവിടുന്ന് പോരും ചെയ്യും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെയായി ലേഖകൻ്റെ വീട്ടിലേക്കുള്ള യാത്ര വല്ലപ്പോഴൊക്കെയായി, ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും. രാത്രിയിൽ പോകും, നേരം വിളിച്ചാകുമ്പോൾ പോരുന്ന അവസ്ഥ. തരതരക്ക് ജിമ്മേദാരിയാം തരതരക്ക് ജഞ്ചാൽ, പലതരത്തിലുള്ള തരതരക്ക് റെസ്പോൺസിബിലിറ്റീസ്, ജിമ്മേദാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ തരതരക്ക് ജഞ്ചാൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ ജീവിതമാകുമ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കുറേ നേരിടാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി മാറിയെന്ന് പറയുന്നത്. ഇൻ ദിനോ പട്ന മേ യോം കഹിയേ പട്ന സിറ്റി മേ ഏക് ചോटे से अखबार में था पीर बाबची बिस्ती की तरह. ആ സമയത്ത് ലേഖകൻ വർക്ക് ചെയ്തിരുന്നത് പട്നയിലാണ്. ഇൻ ദിനോം പട്ന മേ, പട്നയിലായിരുന്നു. യോം കഹിയെ പട്ന സിറ്റി മേ, പറയുകയാണെങ്കിൽ പട്ന സിറ്റിയിലെ ഏക് ചോട്ടെ സെ അഖ്ബാർ മേ, ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ ഓഫീസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ പറയുമ്പോൾ എഡിറ്ററാണെന്ന് പറയാൻ പറ്റും, പക്ഷേ അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പർ കുറവായിരുന്നു. അതുപോലെ തന്നെ സമ്പാദക, എഡിറ്റർ എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ കുറവായതുകൊണ്ട് തന്നെ സമ്പാദകം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് തന്നെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയണേ പീർ ബാബച്ചി ബിസ്തി കി തര,
പീർ എന്ന് പറഞ്ഞാൽ ഇവിടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബാപ്പച്ചി എന്ന് പറഞ്ഞാൽ പാചകക്കാരനായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബിസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരുന്ന ആൾ. അപ്പോൾ എല്ലാത്തരം പണികളും അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. പേര് അക്ബർ മേ സമ്പാദക് എന്നുള്ള പേരിൽ. യോം തോ ലോക് സമജ്തേ ഹേ കി മേ സമ്പാദക് ഹി ഹൂം. എന്നിരുന്നാലും ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് മേക്ക് സമ്പാദക് ഹൂം, ഞാനൊരു എഡിറ്ററാണെന്നാണ് അത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഉൻ ദിനോം ന ഇത്തനെ അക്ബർ തേ ന ഇത്തനെ സമ്പാദക്. അപ്പോൾ ആ കാലങ്ങളിൽ, അതായത് ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ കാലങ്ങളിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറയുന്നതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചാൾ, ഒന്നോ പേരിന് ഒന്നോ രണ്ടോ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ എഡിറ്റർമാർ, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്തായിരുന്നത്. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് പട്നാമേം കഹാം അക്ബർമേം കം കർത്തെ थे. ആ ന്യൂസ് പേപ്പറിൻ്റെ ഇതിലാണ് ജോലി ചെയ്തിരുന്നത്. കിസ് रूप में संपादक के रूप में काम करते थे. इसलिए मेरी बड़ी कदर है यह मैं जानता. तो अकबर में संपादक के रूप में काम करता था, इसलिए लेखक को लोगों ने बहुत बड़ी कदर है, ആളുകൾ വളരെയധികം ആദരവ്. മേരി ബഡി കദർ ഹേ, കദർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. യഹ് മേൻ ജാൻത, അതെനിക്ക് മനസ്സിലായി, അറിയാമായിരുന്നു. जब कभी दफ्तर से निकलता देखता लोग मेरी और उंगली उड़ा के फुसफुसा रहे हैं. ഫുസ്ഫുസ രഹ എന്ന് പറഞ്ഞാൽ കുശുക്ക്, അല്ലെങ്കിൽ നമ്മൾ അടക്കം പറയുക, സ്വകാര്യം പറയാമെന്നൊക്കെ പറയും. അപ്പോൾ ജബ് കബി ദഫ്തർ സെ നിക്കൽത്ത, അപ്പോൾ ഓഫീസിൽ നിന്ന്, ന്യൂസ് പേപ്പറിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആളുകൾ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് ലോക മേരി ഓർ ഉങ്കലി ഉടാക്കാർ, ഉങ്കലി എന്ന് പറഞ്ഞാൽ വിരൽ, ഫിംഗർ. അപ്പോൾ എൻ്റെ നേരെ വിരൽ ഉയർത്തിക്കൊണ്ട് ആളുകൾ ഫുസ്ഫുസാ രഹേ ഹേ, അടക്കം പറയുമായിരുന്നു. ലോകം കാ മുझ पर यह ध्यान मुझे हमेशा अपनी पद प्रतिष्ठा का ख्याल रखना पड़ता. ഇപ്പോൾ ലോകം കാ മുझ पर यह ध्यान, ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നത്, അത് മുझे हमेशा अपनी पद प्रतिष्ठा का ख्याल रखना पड़ता, അത് എന്നെ എല്ലായ്പ്പോഴും ആ പോസ്റ്റിൻ്റെ ആദരവ്, ആ പദവിയുടെ ആദരവ് പ്രകടിപ്പിക്കാനായിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു. അത് അദ്ദേഹത്തെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ജോലിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ വളരെയധികം റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നുള്ളത്, ആളുകളുടെ ഇടയിൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാനായിട്ട് സാധിച്ചു. एक दिन मैं चौक के एक प्रसिद्ध पान वाले की दुकान पर पान खा रहा था. അങ്ങനെ ഒരു ദിവസം एक दिन मैं चौक के, चौक എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, കവല, നാലും കൂടിയ സ്ഥലം. चौक के एक प्रसिद्ध पान वाले की दुकान पर, ഒരു മുറുക്കാങ്കടക്കാരൻ്റെ, പാൻവാല മുറുക്കാങ്കടക്കാരൻ്റെ കടയിൽ പാൻ ഖാ രഹാ താ, മുറുക്കുകയായിരുന്നു. പാൻ ഖാരാന വെറ്റില തിന്നല്ലെങ്കിൽ മുറുക്കുകയായിരുന്നു. മേരെ സാത്ത് മേരെ പ്രശംസക് നവയുവക് തേ, ഏക് തോ ബുജുർഗ് ബി ആക്കർ ഗഡേ ഹോ ഗയേ. ഇപ്പം മേരെ സാത്ത്, മേരെ അലാവ മേരെ പ്രശംസക് ലോഗ് ബി തേ. പ്രശംസക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൻസ് എന്നൊക്കെ പറയും, നമ്മൾ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഫാൻസായിട്ടുള്ള കുറച്ച് നവയുവക് തേ, യുവാക്കന്മാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏക് ദോ ബുജുർഗ് ബി ആക്കർ ഗഡേ ഹോ ഗയേ. ബുജുർഗ് എന്ന് പറഞ്ഞാൽ പ്രായമായ, അപ്പോൾ ഒന്നോ രണ്ടോ പ്രായമായ ആളുകളും കൂടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേഖകൻ ഒരു ജംഗ്ഷനിലെ ഒരു മുറുക്കാൻ കടയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് മുറുക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേരെ സാത്ത് മേരെ പ്രശംസക് നവയുക്തെ और इसके अलावा एक तो ബുജുർഗ് ആദമി ബി ഗഡേ രഹേ थे. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. हम पान खा रहे थे और कुछ चुगलें चल रही थी कि एक बच्चा आया और बोला बाबू वह औरत आपको बुला रही है. അങ്ങനെ ഞങ്ങളവിടെ നിന്നിട്ട് ദുക്കാൻ കെ സാമനെ ഗഡേ ഹോക്കർ ഹം ലോഗ് പാൻ ഖാ രഹേ थे, ഞങ്ങൾ വെറ്റില മുറുക്കുകയായിരുന്നു. ആ സമയത്ത് കുച്ച് ചുഹലേൻ ചല്ലഹീത്തി, ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുച്ച് ചുഹലേൻ ചല്ലഹീത്തി നേരമ്പൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫാൻസ് അസോസിയേഷനിലെ ഫാൻസിൻ്റെ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് തമാശകൾ നേരമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ് സമയം ഏക് ബച്ച വഹാമായ,
ആ സമയത്ത് ഒരു ആൺകുട്ടി അവിടേക്ക് വരികയാണ്. ആറൂസ്നെ ബോല, അവൻ പറയാണ് ബാബു യഹ് വഹ് ഔരത്ത് ആപ്കോ ബുലാ രഹി ഹേ. അവൻ പറയാണ് സർ ദേ ആ സ്ത്രീ താങ്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. ഒരു ആൺകുട്ടി വന്നിട്ട് പറയാണ് വഹ് ഔരത്ത് ആപ്കോ ബുലാ രഹി ഹേ, താങ്കളെ വിളിക്കുന്നു എന്ന് പറയണം. ഔരത്ത് ബുലാ രഹി ചൗക്ക് പർ. അപ്പം ലേഖകന് അത്ഭുതമായി അദ്ദേഹം ചിന്തിക്കണം, ഔരത്ത് ബുലാ രഹി ചൗക്ക് പർ, ഈ ജംഗ്ഷനിലോ ഒരു സ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുക. മേ ചൗങ്ക് പടാ, അദ്ദേഹം ഞെട്ടിപ്പോയി. യുവകോ മേ തോടി ഹൽച്ചൽ, ബുജുർഗോം കെ ചെഹ്റെ പർ രഹസ്യമയി മുസ്കാൻ ബി മുജ്സേ ചിബി നഹി രഹി. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഒരു സ്ത്രീ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യുവാക്കന്മാർ, ആ നവയുവക പ്രശംസക നവയുവക അവരെന്ത് ചെയ്തു എന്ന് പറയുന്നത്, ഉസ്മേ തോടി ഹൽച്ചൽ, അവരിൽ ചെറിയൊരു ബഹളം, അവർ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ബുജുർഗോം കെ ചെഹ്റെ പർ, പ്രായമായ 2 വ്യക്തികളുണ്ടായിരുന്നു, അവരുടെ മുഖത്ത് രഹസ്യമയി മുസ്കാൻ ബി മുജ്സേ ചിബി നഹി രഹി. ചിബ്ര എന്ന് പറഞ്ഞാൽ ഒളിച്ചു വയ്ക്കുക, ഹൈഡ് ചെയ്യുക. അപ്പോൾ അവരുടെ മുഖത്ത് ആ രഹസ്യമയമായിട്ടുള്ളൊരു പുഞ്ചിരി, ആ പുഞ്ചിരി അത് മുജ്സേ ചിബി നഹി രഹി, എന്നിൽ നിന്ന് അവർക്ക് ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരു സ്ത്രീ വിളിക്കുന്നു എന്ന് കേട്ടതും ഈ ആളുകളുടെ ഇടയിൽ ചെറിയൊരു ബഹളം, ചെറിയൊരു ഒരു വളരെ രഹസ്യമായിട്ടുള്ള പുഞ്ചിരി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ, ഇതൊക്കെ ഉണ്ടായി. അതൊന്നും ലേഖനിൽ നിന്ന് ഒളിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഔരത്ത് കോൻ, ഈ സ്ത്രീ ആരാണ്? മേരെ ചെഹ്റെ പർ ഗുസ്സാ താ വഹ് ലഡ്ക സിറ്റ് പിടാക്കർ ഭാഗ് ഗയാ. ഇത് വന്ന് പറഞ്ഞതും ഈ സ്ത്രീ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഔരത്ത് ബുലാ രഹി എന്ന് പറഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്തു? കുട്ടി സിറ്റ് പിടാക്കർ ഭാഗ് ഗയാ. സിറ്റ് പിടാക്കർ എന്ന് പറഞ്ഞാൽ അതിവേഗം, ബഹുത് ജൽദി, ഭാഗ് ഗയാ ഓടിപ്പോയി. അപ്പം മേരെ ചെഹ്റെ പർ ഗുസ്സാത്ത, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. അപ്പം എൻ്റെ മുഖത്താകെ ദേഷ്യമായിരുന്നു. കാരണം ഒരു സ്ത്രീ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാരണം അയാളാണ് ഈ സമൂഹത്തിലെത്തി ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ്. ഒരുപാട് ആളുകളുണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കേൾക്കിച്ചാണ്, അവർ കേട്ടു, അതായത് സ്ത്രീ വിളിക്കുന്നു എന്നുള്ളത് ജംഗ്ഷനിൽ വന്നിട്ടാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ലേഖകൻ്റെ മുഖത്താകെ ദേഷ്യം വന്നു. ഈ കുട്ടിയാണെങ്കിലോ ലഡ്ക ബഹുത്ത് ജൽദി സേ ഭാഗയാത്ത, വളരെ വേഗം ആ കുട്ടി ഓടിപ്പോവുകയും ചെയ്തിരുന്നു. പാൻ ഖാക്കർ ലോഗ് ഇധർ ഉധർ ചലെ, अचानक पाता हूँ मेरे पैर उस ओर उड़ रहे हैं जिस और उस बच्चे ने ऊँगली से इशारा किया था. അപ്പോൾ പാൻ കാക്കർ ലോഗ് ഇതർ ഉദർ ചലെ, അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മുറുക്കാൻ സാധിച്ചതിന് ശേഷം അവരെല്ലാവരും ഇതർ ഉദർ ചലെ, ഓരോരോ സ്ഥലങ്ങളിലേക്കിടെ അവർ പോയി. അച്ചാനക് പാത്താഹൂം, പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്? മേരെ പൈർ ഉസ് ഓർ ഉഡ് രഹേ ഹേ, എൻ്റെ കാലുകൾ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തേക്കാണ്? ജിസ് ഓർ ബച്ചേനെ ഉംഗലീസെ ഇഷാരക്കിയാത്ത, ഏത് ഭാഗത്തു നിന്നാണ് ആ ആൺകുട്ടി വന്ന് വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറഞ്ഞു, ബാബു വഹ് ഔരത്ത് ആപ്കോ ബുലാ രഹി ഹേ, ആ സ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കായിട്ട് ലേഖകൻ്റെ കാലുകൾ നീങ്ങാണ്. ലേഖകൻ അങ്ങോട്ട് പോവുകയാണ്. थोड़ी दूर आगे बढ़ने पर पीछे देखा, परिचितों में से कोई देख तो नहीं रहा है. थोड़ी दूर आगे बढ़ने पर, കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ മേനെ പീച്ചെ ദേക്ക, ഞാൻ പിന്നിലേക്കൊന്ന് നോക്കിയപ്പോൾ പരിചിതോ മേം സെ കോയി ദേഖ് തോ നഹി രഹാ ഹേ, പരിചയക്കാരിൽ ആരും തന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഓരോരോ ഭാഗത്തേക്കായിട്ട് പോയി എന്നാണ് പറയുന്നത്. കിന്തു ഇസ് ചൗക്ക് കി ഷാം കി റുമാനി വിസാമേ കിസി കി കിസി ഓർ ദേഖ്നെ കി കഹാ ഫുർസത്ത്. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ സമയം, ഓപ്പർച്യൂണിറ്റി എന്നുള്ള അർത്ഥം. കിന്തു ഇസ് ചൗക്ക് കി ഷാം കി റുമാനി വിസാമേ, ആകർഷണീയമായിട്ടുള്ള സൗന്ദര്യം. റുമാനി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണീയമായ സൗന്ദര്യം. ഇസ് ചൗക്ക് കി എന്നിരുന്നാൽ ഈ ജംഗ്ഷൻ്റെ, ഈ നാൽക്കവലയുടെ സന്ധ്യാസമയത്തെ ആകർഷണീയമായിട്ടുള്ള സൗന്ദര്യം, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം. സന്ധ്യാസമയത്ത് ആളുകൾ നാലും കൂടിയ ജംഗ്ഷനിലൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് നേരമ്പോക്ക് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നാൽക്കവലയിൽ വന്നിരുന്ന സന്ധ്യാസമയത്ത് എല്ലാവരെയും ആകർഷിക്കുന്ന ആ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ. കിസിക്ക് കിസിയോ തേക്കിനേക്ക്, ആർക്കെങ്കിലും ആരെയും നോക്കാനായിട്ടുള്ള
കഹാ ഫുർസത്ത്, എവിടെയാണ് സമയം. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാനുള്ള സമയം അവിടെ ആർക്കും കിട്ടുന്നില്ല. ആ സന്ധ്യാസമയത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മേ ആകെ ബഡ്താ ഗയാ और वहाँ पहुँचा जहाँ उससे पूर्व वह पीपल का पेड़ है. അങ്ങനെ മേ ആകെ ബഡ്താ ഗയ, ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. और वहाँ पहुँचा, അവിടെ എത്തിച്ചേർന്ന്. എവിടെയാണ്? ജഹാം ഉസ്സെ പൂർവ് വ പീപ്പൽ കാ പേട് ഹേ. അപ്പോൾ അവിടെ നിന്ന് കിഴക്കോട്ട് മാറിയിട്ട് വ പീപ്പൽ കാ പേട് ഹേ. പീപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരം, ഒരു ആലിൻ്റെ മരമുണ്ട്. അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറിയിട്ട് ഒരു ആൽമരമുണ്ട്, അവിടേക്ക് ഞാൻ എത്തിച്ചേർന്നു. മേ ആകെ ബഡ്താ ഗയ और वहाँ पहुँचा जहाँ उससे पूर्व वह पीपल का पेड़ है. वहाँ पहुँच ही रहा था कि देखा पेड़ के नीचे चबूतरे की तरफ से एक स्त्री बड़ी आ रही है. അപ്പോൾ വഹാം പഹുഞ്ച് ഹി രഹാദ, അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മേനെ ദേക്ക, ഞാൻ കണ്ടു. എന്താ കണ്ടത്? പേട് കെ നീച്ചെ ചബൂതരയ്ക്ക് തരഫ്സെ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ തറ കെട്ടിയിട്ടുണ്ട്. ചബൂത്തര എന്ന് പറഞ്ഞാൽ തറ, ഒരു പ്ലാറ്റ്ഫോം. ആ തറ കെട്ടിയതിൻ്റെ ഭാഗത്തേക്ക് ഈ തരഫ്സെ, ആ ഭാഗത്തു നിന്ന് ഏക്ക് സ്ത്രീ ബടി ആ രഹി ഹേ, ഒരു സ്ത്രീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീപ്പൽ കാ പേട് കെ പാസ് ആയ ആ ഉസ് സമയ ഉസ്നെ ദേഖ, എന്താണ്? പേട് കെ നീച്ചെ ചബൂതരയ്ക്ക് തരഫ്സെ, ചബൂതരയ്ക്ക് ഓർ സെ ഏക്ക് സ്ത്രീ ആകെ ബടി ആ രഹി ഹേ, മുന്നോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. और निकट पहुँच कर कहूड़ी सलाम मालिक. निकट पहुँच कर, लेगर के पास पहुँचते समय उस स्त्री ने कहा सलाम मालिक. മാലിക് സലാം എന്ന് ആ സ്ത്രീ പറയണം. ദക്സാലക, ദക്സ എന്ന് പറഞ്ഞാൽ അമ്പരന്നു. ദക്സാലക, പെട്ടെന്നൊരു അമ്പരപ്പായി അദ്ദേഹത്തിന്. കിന്തു പഹ്ചാൻതേ ദേർ നഹി ലിഖി, പക്ഷെ തിരിച്ചറിയാനായിട്ട് അതാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ദേർ നഹി ലഖി, താമസമൊന്നും ഉണ്ടായില്ല. ഉസ്നെ ജോം ഹി സിറുടായ ചാന്തി കി ബാലിയാം ജോ ചമക്കുടി. അപ്പോൾ അവൾ തല ഉയർത്തിയപ്പോൾ, ജോം ഹി സിറുടായ, തല ഉയർത്തിയപ്പോൾ ചാന്തി കി ബാലിയാം ജോ ചമക്കുടി, ആ വെള്ളിയുടെ കമ്മൽ തിളങ്ങുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് റജിയ വരുമ്പോൾ റജിയയുടെ കാതിലും കൈകളിലും കഴുത്തിലൊക്കെ വെള്ളി ആഭരണങ്ങളുണ്ടായിരുന്നു. വെള്ളിയുടെ വലിയ മാല, വള, അതുപോലെ തന്നെ പാദസരം, കമ്മൽ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോഴും ഈ റജിയയുടെ, ആ സ്ത്രീ രജിയായിരുന്നു പറയുന്നത്, രജിയയുടെ കമ്മലിന് നല്ല തിളക്കം അദ്ദേഹത്തിന് തോന്നി. കണ്ടതും ലേഖകൻ ചോദിച്ചു, രജിയ യഹാം കൈസേ മേരെ മൂസേ നിക്കൽപ്പെടാ. അപ്പോൾ ആ സ്ത്രീയെ കണ്ടതെന്ന് ചോദിച്ചു, രജിയ യഹാം കൈസേ, ഇവിടെ എങ്ങനെയാ, എന്താ ഇവിടെ ചോദിക്കുകയാണ്. മേരെ മൂസേ നിക്കൽപ്പെടാ, എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്. സൗദ സുലഫ് കർണിയായി ഹുമാലിക്. അപ്പോൾ നമ്മുടെ രജിയെ പറയണത് എന്തിനാണ് വന്നിരിക്കുന്നത്? സൗദ സുലഫ് കർണിയായി ഹുമാലിക്. സൗദ എന്ന് പറഞ്ഞാൽ കച്ചവടം, സുലഫ് എന്ന് പറഞ്ഞാൽ സാധനം. അപ്പോൾ സൗദ സുലഫ് കർണിയായി ഹുമാലിക്. ഹേ മാലിക് മേം സൗദ സുലഫ് കർണേ കെ ലിയെ സൗദ ബേച്ചനെ കെ ലിയെ യഹാം ആയി ഹും. ഞാനിവിടെ കച്ചവടം നടത്താനായിട്ടാണ്, ഞാൻ സാധനങ്ങൾ കച്ചവടം നടത്താനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തബ് തോ നയേ കിസ്മ കെ ലോഗ് ഹോ ഗയേ ഹേ നാ. അപ്പോൾ രജി ചോദിക്കണേ, ഇപ്പോൾ ഇവിടെ നയേ കിസ്മ കെ ലോഗ്, പുതിയ തരത്തിലുള്ള, പുതിയ തലമുറയിലെ ആളുകൾ, പുതിയ തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അബ് ലാക്കി ചൂടിയാ കഹാ കിസി കോ ബാത്തി ഹേ. ഇപ്പോൾ പറയണ പണ്ടൊക്കെ നമ്മൾ കുപ്പിവള, പ്ലാസ്റ്റിക് വള അതൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അപ്പോൾ ലാഹ്ക്കി ചൂടിയാം, ഇപ്പം ഇത്തിരി കനമുള്ള, എന്താ പറയുക, ഈ ലോഹത്തിൻ്റേതായിട്ടുള്ള വളകളാണ് ആളുകൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഭാത്തിഹി എന്ന് പറഞ്ഞാൽ പസന്ത് കർത്തിഹി എന്നുള്ള അർത്ഥം, ഇഷ്ടപ്പെടുന്നത്. പണ്ടത്തെ പോലെ കുപ്പിവളകളല്ല എന്നാണ് പറയുന്നത്. നയേ ലോക നയി ചൂടിയാം. രജയ പറയുന്നത് പുതിയ ആളുകൾ, പുതിയ തരം വളകൾ. അപ്പോൾ പുതിയ തരം വളകളാണ് ആളുകൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. പെട്ടെന്ന് പൊട്ടുന്നതല്ല, നല്ല കനമുള്ള വളകൾ, അതായത് അരക്കിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റേതായിട്ടുള്ള, ലോഹത്തിൻ്റേതായിട്ടുള്ള വളകളാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. സാജ് സിംഗാർ കി കുച്ച് ഓർ ചീസേം ബി ലേ ജാത്തി ഹൂം. പൗഡർ, ക്ലിപ്പ്, ക്യാ ക്യാ ചീസേനാ. സാജ് സിംഗാർ കി, അതായത് അണിഞ്ഞൊരുങ്ങലിൻ്റേതായിട്ടുള്ളത്. സാജ് സിംഗാർ എന്ന് പറഞ്ഞാൽ
ഒരുങ്ങൽ അതിൻ്റേതായിട്ടുള്ള കുച്ചോർ ചീസേമ്പി വേറെ കുറേ സാധനങ്ങളും കൂടി ലേജാത്തിഹും കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ്? പൗഡറുണ്ട്, ക്ലിപ്പുണ്ട്, ക്യാ ചീസേന, എന്തെല്ലാം സാധനങ്ങളാണ്. നയ ജമാന ദുൽഹനൊക്കെ നയ മിജാജ്. മിജാദ് എന്ന് പറഞ്ഞ രൂപം. ദുൽഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധുക്കൾ, അതായത് ഭാര്യമാരല്ലേ മരുമക്കൾ എന്നുള്ള അർത്ഥം. അപ്പം നയാ ജമാന അതായത് പുതിയ കാലം, പുതിയ രൂപത്തിലുള്ള മരുമക്കൾ, അതാണിപ്പോൾ. അപ്പം പുതിയ തരം വളകളാണ് അവർ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾ, പുതിയ വളകൾ. അതിനോടൊപ്പം തന്നെ സാജ് ശൃംഗാർ കേലിയെ പൗഡർ ക്ലിപ്പ് ബി ചാഹിയെ, പൗഡർ ക്ലിപ്പ് തുടങ്ങിയ സാധനങ്ങളും മറ്റു സാധനങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ യഹാ രജിയ കിസ്കേലി ആയ സൗദ സുലഭ് കർനെ കേലിയെ ആയി. ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടം നടത്താനാണ്. ഫിർ ജരാ സാ രുക്കർ ബോലി സുനാ താ ആപ് യഹി രഹത്തെ ഹെ. പിന്നീട് വീണ്ടും കുറച്ച് നേരം ജരാസ രുക്ന എന്ന് നിർത്തിയിട്ട് ഒന്ന് സംസാരിക്കാൻ നിർത്തിയിട്ട് രജിയെ പറയാണ്, സുനാ താ ആപ് യഹി രഹത്തെ ഹെ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കഹാ രഹത്തെ ഹെ മാലിക്, എവിടെയാണ് താമസിക്കുന്നത് മാലിക്? മേം തോ അക്സർ ആയ കർത്തി ഹൂം, ഞാനാണെങ്കിൽ മിക്കവാറും ഇവിടെ പതിവായിട്ടിവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആയ കർത്തി ഹൂം, വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. और जब तक पूछूं कि अकेली हो या कि एक अधवयस आदमी ने आकर सलाम किया. അപ്പോൾ ജബ് തക് പൂച്ചും കി, അത് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും, അകേലി ഹോയ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും, ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും, ഏക അധവയസ് ആദമീനെ, ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ആക്കർ സലാം കിയ, വന്ന് സലാം ചെയ്തു. യഹ് ഹസൻ താ, സഹൻ എന്നല്ലത് ഹസൻ എന്നാണ്, അതായത് രജിയാക്ക പതി. യഹ് ഹസൻ താ, അത് ഹസനായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല. രജിയക്ക് സാത്ത് ഉസ്കെ പതി ബി, उसका पति का नाम है हसन. लंबी लंबी धाड़ियाँ, 5 हाथ का लंबा और मुस्तड़ा भी. എന്താ പറയുന്നത്? നല്ല നീളമുള്ള താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. ആർ 5 हाथ का ലംബ, നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ മുസ്തഡാബി, നന്നായി തടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേഖിയേ മാലിക്, യേ ആജ് ഭി മേരാ പീച്ച നഹീ ചോഡ്താ. ഉസ് സമയം രജിയ കത്തി ഹെ, രജിയ പറയണേ, ദേഖോ മാലിക്, നോക്ക് മാലിക്, ഈ ആജ് ബി മേര പീച്ച നഹീ ചോഡ്താ. ഇദ്ദേഹം ഇപ്പോഴും എൻ്റെ പിന്നെന്ന് പോകുന്നത് വേണ്ടാന്ന് വെച്ചില്ല, എൻ്റെ പിന്നാലെ ഇപ്പോഴും ഹസൻ ഉണ്ട് എന്ന് രജിയ പറയണേ. ഏ കേക്ക് രജിയ ഹസ്പടി, ഇതും പറഞ്ഞ് രജിയ ചിരിക്കാൻ തുടങ്ങി. അബ് രജിയ ആജ് വഹ് നഹീന്തി കിന്ദുസ്കി ഹസി വഹീതി. ഇപ്പോൾ രജിയ പണ്ടത്തെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന രജിയല്ല, അവളൊരുപാട് മാറ്റങ്ങൾ വന്നു. വഹ് നഹീന്തി, ആജ് രജിയ വഹ് നഹീന്തി. ഇപ്പോൾ രജിയ ആ പണ്ടത്തെ രജിയായിരുന്നില്ല. കിന്ദുസ്കി ഹസി വഹീതി, പക്ഷെ അവളുടെ ചിരി അത് തന്നെയായിരുന്നു. വഹി ഹസി വഹി ചുഹുൽ, അതേ ചിരി അതേ തമാശ, അതുപോലെ കളിയാക്കുക, തമാശ. इधर उधर की बहुत सी बातें करती रही और न जाने कब तक जारी रहती कि मुझे याद आया मैं कहाँ हूँ और अब मैं कौन हूँ कोई देख ले तो. അപ്പോൾ നമ്മുടെ ലേഖകൻ വളർന്ന് ഒരു നേതാവൊക്കെ എന്നാണ് പറയുന്നത്. ഇത്തിരി വലിയ ആളായി, 4 പേരറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഫാൻസൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് ഉദർക്കി ബഹുത് സി ബാത്തേം കർത്തിരിഹി, അപ്പോൾ അവിടെ ഇവിടേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ബാത്തേം കർത്തിരിഹി, സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർ നജാനെ കബ് തക് ജാരി രഹ്തി, അപ്പോൾ എത്ര നേരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അത്രയും നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉസ് സമയം മുझे യാദായ, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുझे യാദായ, എനിക്ക് ഓർമ്മ വന്നു. മേ കഹാ ഹൂം, ഞാൻ എവിടെയാണ്. അബ് മേ കോൻ ഹൂം, ഇപ്പം ഞാൻ ആരാണ്. കോയി ദേഖ് ലേ തോ, ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലോ. അപ്പോൾ അയാൾ ഒരു നല്ലൊരു പോസ്റ്റിൽ, നല്ലൊരു പദവിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സമയത്താണ് രജിയയുടെ ഹസ്ബൻഡും കൂടെയുണ്ട്, 2 പേരായിട്ട് സംസാരിക്കുന്നത്. ജംഗ്ഷനിൽ വെച്ചിട്ടാണ്, ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ ഇവരായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇയാൾ ഓർക്കാണ്, ഞാനിപ്പോൾ ആരാണ്, എൻ്റെ പോസ്റ്റ് എന്താണ്, ഞാനിപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. കോയി ദേഖ് ലേ തോ, ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലോ. किंतु वह फुर्सत
തബ്ന. പക്ഷേ വ ഫുർസത്ത് ദേ തബ്ന, അപ്പോൾ അതുവരെയായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫുർസത്ത് എന്ന ഓപ്പർച്യൂണിറ്റി, അവസരം. ജബ് മേനെ ജാനെ കി ബാത് കി ഹസൻ കി ഓർ ദേഖ് കർ ബോലി ക്യാ ദേഖ്തേ ഹോ, जरा पान भी तो मालिक को खिलाओ, कितनी बार हुमच कर भरपेट टूम्स चुके हो बाबू के घर. പറയണേ അതിന്, അതായത് ആളുകളെ കൊണ്ട് പറയിക്കാനുള്ളൊരു അവസരം ഇതിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ജബ് മേനെ ജാനെ കി ബാത് കി, ഞാൻ പോവാന്നുള്ള കാര്യം അറിയിച്ചു. രജിയോട് പറയാൻ ഞാൻ പോവാണ്. ഹസൻ ക്യോ ദേക്കർ ബോലി, ഹസനെ നോക്കിയിട്ട് ഇപ്പം ആ സമയത്ത് രജിയെ പറയാണ് ക്യാ ദേഖ്തേ ഹോ, എന്താ നോക്കി നിൽക്കുന്നത്, ജരാ പാൻ ബി തോ മാലിക്കോ കിലാവോ, കുറച്ച് മുറുക്കാനെങ്കിലും മാലിക്കിന് വാങ്ങിച്ചു കൊടുക്കാൻ പറയാണ്. കിത്തിനി ബാർ ഹുമച്ച് കർ എന്ന് പറഞ്ഞാൽ അർത്തിയോടെ. ബർപേട്ട് ടൂംസ് ചുഗേ ഹോ, ചുഗേ എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക. ബാബു കേഗർ, അപ്പോൾ ഈ സാറിൻ്റെ വീട്ടിൽ, മാലിക്കിൻ്റെ വീട്ടിൽ പോയിട്ട് എത്രയോ പ്രാവശ്യം ഇതുപോലെ മുറുക്കാൻ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരല്പമെങ്കിലും ജര പാൻ ബീത്തോ മാലിക്കോ കിലാവോ എന്ന് നമ്മുടെ രജിയ ഹസനോട് പറയണം. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത്, നമ്മൾ ലേഖകൻ ഇപ്പോൾ ആരായി മാറി എന്ന് പറയുന്നുണ്ട്. लेखकन अपने घर से कुछ दूर ही रहता था और एकाध दिनों के लिए वह घर में गया था. कभी शाम को गया, सुबह भागा था. उसी प्रकार तरह तरह की जिम्मेदारियाँ उसके ऊपर था, तरह तरह के झंझल भी था. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആജ് വഹ് पटना सिटी में एक अखबार में काम करता था और एक संपादक के रूप में काम करता था. उस समय उन दिनों में इतने अखबार न थे और इतने संपादक भी न था. उस समय वह संपादक के रूप में काम करते थे और उसके साथ लोगों ने मुझे बहुत आदर भी दिखाई देता था. ആളുകൾ വളരെയധികം ആദരവ് കാണിച്ചിരുന്നു. ഉസ് സമയം एक दिन मैं चौक के एक पान वाले के दुकान की सामने खड़े होते समय एक छोटा बच्चा आकर एक स्त्री आपको बुला रही है कहता है. ഒരു സ്ത്രീ വിളിക്കുന്നു എന്ന് പറയുന്നു. उस समय वह रजिया को देखा. रजिया के साथ उसके पति भी थी और यहाँ सौदा सुलह करने के लिए रजिया आया था. उसके साथ उसका पति भी था. उसका नाम है हसन. यह एक रेखा चित्र है. रेखा चित्र का नाम था रजिया. यहाँ लेखक रजिया के बारे में, उसके मन में आने वाली घटनाओं के बारे में लेखक कहते हैं. लेखक रामवृक्ष बेनीपुरी है. यहाँ रजिया का रूप कैसा था, रजिया उसके घर में कैसे आया, उसके माम के साथ वह पहले आया. माम एक चूड़ीहारिन थी. उसी प्रकार रजिया भी एक चूड़ीहारिन बन गई, एक सफल चूड़ीहारिन, एक निपुण प्रगल्भ चूड़ीहारिन बन गई. ये नई नई बहुओं को चूड़ियाँ पहनाती है. सब लोग उसे बहुत पसंद करते थे. और रजिया और लेखक उसका स्वभाव और शरीर में कुछ परिवर्तन आ गया. दोनों की ब्याह हो गया. आज लेखक पटना में काम करते थे. उस समय रजिया भी वहाँ सौदा करने के लिए आए. यहाँ रजिया का जीवन, संतुष्ट जीवन यहाँ वह बिता रही है. लेखक की पत्नी रानी के साथ जीवन बिता रहे हैं. ओके, थैंक यू.